നമസ്കാരം കൂട്ടുകാരെ, താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത്, കുറച്ചും തിരക്കിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫ്രീ ആയി. ഒന്ന് ഞാനെന്തൊരു മാങ്ങാപ്പച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാങ്ങാപ്പച്ചടിയാണ്. ഇപ്പോൾ മാങ്ങാരെല്ലാം സീസണല്ലേ. ഞാൻ മാങ്ങ വെച്ചൊരു പുളിങ്കറി ഉണ്ടാക്കിയിട്ടുണ്ട്, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്, അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാനൊരു മാങ്ങാപ്പച്ചടി ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? പോകാം വീഡിയോയിലേക്ക്. പച്ചടിക്ക് ആവശ്യമായ മാങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് തൊലിയെല്ലാം പൊളിച്ച് നന്നായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമായ ഒരു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് കൈ വെച്ച് നന്നായി ഞരടി എടുക്കണം. നന്നായി ഞരടി എടുത്ത് മിക്സിയിലൊന്നും ഇട്ട് അടിച്ചാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. കൈ വെച്ച് ഞരടി കുറച്ചും കഷ്ണത്തോട് കൂടിയിട്ട് കിട്ടണം. ഇനിയിപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇനി അരപ്പാണ്. അതിനുവേണ്ടി കുറച്ച് വറ്റൽമുളക് ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങയും കൂടി ഉണ്ട്. പിന്നെ കുറച്ച് കടുക് ചേർക്കണം. ഇത് നമ്മൾ തേങ്ങയും വറ്റൽമുളകും കൂടി അരച്ചെടുത്തതിന് ശേഷം ഒരു 2 സ്പൂണ് കടുകും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. കടുക് ഒരുപാട് മുരിഞ്ഞെടുക്കാൻ പാടില്ല. കണ്ടില്ലേ, നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാമ്പഴത്തിൻ്റെ അതിലേക്ക് നമുക്ക് ഈ അരവ് ചേർത്ത് കൊടുക്കാം. അതിനാവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത്, കണ്ടില്ലേ, നല്ലൊരു പച്ചടി പരുവത്തിലേക്കായില്ലേ. ഇത് കണ്ടില്ലേ, കടുക് ഒരുപാട് മുറിഞ്ഞിട്ടുമില്ല. ഇത് മിക്സിയിലിട്ട് അരക്കാത്തത് കൊണ്ട് മാങ്ങയുടെ കഷ്ണങ്ങളെല്ലാം കുറച്ചായിട്ട് കിട്ടുന്നുണ്ട്. മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ മുതിഞ്ഞെടുക്കും. ആ ടേസ്റ്റല്ല, ഈ ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ മാമ്പഴ പച്ചടിക്ക് നല്ലത്. കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഇതിന് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ കാഞ്ഞ് വരുമ്പോൾ അതിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. ഒന്ന് അതും കൂടി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ 2 കറിവേപ്പിലയും കൂടി ഇടണം. കറിവേപ്പില ഇട്ടു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ മാങ്ങ പച്ചടിയിലോട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ മാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.